ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമോരാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 ആദ്യത്തെ വീഡിയോ ആണ്. കൊച്ചിയിൽ നിന്നുമാണ് ഈ വർഷത്തെ ആദ്യത്തെ അപ്ഡേഷൻ നൽകുന്നത്. കൊച്ചിയിൽ തകൃതിയായിട്ടാണ് ദേശീയപാത 66 വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനുള്ളത് വരാപ്പുഴ പാലത്തിൻ്റെ അവിടെയാണ്. വരാപ്പുഴ പാലത്തിൻ്റെ വർക്കുകൾ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂനമ്മാവ് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് നിലവിലെ വരാപ്പുഴ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത്. അതിൻ്റെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വരാപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങളെല്ലാം കാണാൻ പോകുന്നത് 3 അപ്ഡേഷനുകളാണ്. ഒന്ന് ചേരനല്ലൂർ ഫ്ലൈ ഓവർ, കുന്നുംപുറം ഫ്ലൈ ഓവർ, പിന്നെ അതുപോലെ തന്നെ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരാപ്പുഴ പാലം കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴാണ് നമ്മളെ ചേരാനല്ലൂർ ഫ്ലൈ ഓവർ വരുന്നത്. ഫ്ലൈ ഓവറിനനുബന്ധിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ വൈഡനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടത് ഭാഗത്ത് ഇപ്പം ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരുന്നു. ഇവിടെ മെയിനായിട്ട് ഇടത് ഭാഗത്തായിരുന്നു സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരുന്നത് കേട്ടോ. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് മറുഭാഗത്ത് നിലവിലെ ദേശീയപാതയെ കൂടെ തന്നെയാണ് വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിനനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗത്തൊക്കെ പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ പീർ ക്യാപ്പിൻ്റെ വർക്ക് വരെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ചേരനല്ലൂർ വരുന്ന ഫ്ലൈ ഓവർ ഭയങ്കര വലിയ ഫ്ലൈ ഓവറാണെന്ന് വിചാരിച്ചു. പക്ഷേ അത്ര വലിയ ഫ്ലൈ ഓവറൊന്നുമല്ല, വളരെ ചെറിയ ഫ്ലൈ ഓവർ തന്നെയാണ്. ഇത് കണ്ടെയ്നർ റോഡിന് കുറുകെയാണ് ഈ ഫ്ലൈ ഓവർ വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വലിയ സിഗ്നലാട്ടോ. ഏറ്റവും കൂടുതൽ വലിയ കണ്ടെയ്നർ ലോറികളും അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങളും കടന്നു പോകുന്ന റോഡും കൂടിയാണ് ഈ റോഡ്. അപ്പോൾ ഇതിന് കുറുകെയാണ് ഫ്ലൈ ഓവർ വരുന്നത്. ഇപ്പം മെയിനായിട്ട് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമുള്ള പീറിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത്. ഇവിടെ സെൻറ്ററിലൊക്കെ ഇനി വലിയ ഗേർഡറുകളായിരിക്കും ലോഞ്ച് ചെയ്യുക. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതേമാതിരി പല ഫ്ലൈ ഓവറുകൾക്കും വന്നിരിക്കുന്നത് സെൻട്രൽ സ്റ്റീൽ ഗേർഡറുകളാണ്. ഇത് നമുക്ക് പറയാൻ കഴിയില്ല. പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും കൺസ്ട്രക്ഷൻ്റെ രീതികൾ പല ടൈപ്പാണ്. ഇതിപ്പോൾ റോഡിൻ്റെ മറുഭാഗമാട്ടോ. ഇവിടെയും ഏകദേശം പീറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഇത് കഴിഞ്ഞിട്ടുള്ള പീർ ക്യാപ്പിനുള്ള സ്റ്റേജിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ഭാഗത്ത് പീറിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് റോഡിൻ്റെ മറുഭാഗത്തുള്ള സ്ഥലങ്ങളിൽ വൈഡനിങ് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാട്ടോ. ഇനി ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാനുള്ളതാണ്. എന്നാലും എറണാകുളം ഭാഗത്ത് ആദ്യം വളരെയധികം മന്ദഗതിയിലായിരുന്നു ദേശീയപാത 66 വൈഡനിങ് നടന്നിരുന്നത്. പിന്നീട് പെട്ടെന്നാണ് വർക്കുകൾ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വളരെ വേഗതയിലാണ് ഇവർ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ട് ആ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ആദ്യം തന്നെ ഇവർ തീർത്തു. അതുകൂടാതെ പല ഭാഗത്തും 6 വരിപ്പാത കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് സർവീസ് റോഡിനുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം വരെ ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തിയുള്ള പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞാണ്. കണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജ് വന്നിരിക്കുന്നതൊക്കെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ ഏകദേശം സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സോയിൽ കമ്പാക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി വർക്കുകൾ തീരുന്നതിനനുസരിച്ചിട്ട് ഓരോ ഭാഗത്ത് ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. അതിൽ കൂടെ ആയിരിക്കും പിന്നീട് ഗതാഗതം ഉണ്ടാവുക. പിന്നെ കണ്ട ഈ ഭാഗത്തൊക്കെ നിങ്ങളൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും നടന്നിട്ടുണ്ട്. ഇത് ആദ്യം 2 വരിപ്പാതയാണ്, ഇനി 6 വരിപ്പാതയാണ്. ഇതൊക്കെ എന്നോ 6 വരിപ്പാതയാക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കും. കാരണം അത്രയും വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദിവസം തോറും. ഇവിടെയൊക്കെ പിന്നെ കുറച്ച് വീതിയുള്ള സ്ഥലമായതുകൊണ്ട് അധികം ബിൽഡിങ്ങുകൾ മുൻഭാഗം പോയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. അതിനുള്ള ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. കണ്ട ഇവിടെയൊക്കെ സൈഡിൽ കുറച്ചൊന്ന് കോൺക്രീറ്റ് വാൾ ഉയർത്തി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള ക്രാഷ് ബാരിയറിനുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശം മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിനോട് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എടപ്പള്ളി ഭാഗങ്ങളാട്ടോ. ഇത് കണ്ട നിങ്ങൾ ബിൽഡിങ്ങിൻ്റെ മുൻഭാഗത്തു കൂടെ ഡ്രൈനേജ് പോയിട്ടുണ്ട്. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരണം കേട്ടോ. അപ്പോൾ അത്രയും വീതിയിലാണ് ഇനി റോഡ് വരാനുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ സർവീസ് റോഡും വരുന്നുണ്ട്. അപ്പോൾ ചേരാനല്ലൂർ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വരുന്നത് കുന്നുംപുറത്താണ്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണ് എടുത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായി. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്താണ് സർവീസ് റോഡ്, മറുഭാഗത്ത് സർവീസ് റോഡ് കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുക. അപ്പോൾ നമ്മൾ ചേരനെല്ലൂർ കണ്ട മാതിരി തന്നെയാണ് അവിടെ ഒരു ഭാഗത്തായിരുന്നു സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരുന്നത്. അതുകൊണ്ട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വർക്ക് ആരംഭിച്ചിട്ടൊന്നുമില്ല. ബോർ പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള മിഷൻ കൊണ്ടുവച്ചിട്ട് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്ത്. ഇപ്പം നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് റോഡ് ക്ലോസ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഭാഗത്തും കൂടിയും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ CTSBൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ടാറിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഭാഗം മെയിൻ റോഡ് ക്ലോസ് ചെയ്യുള്ളൂ. കണ്ടപ്പോൾ ഇവിടെ നിലവിലെ റോഡിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇപ്പം ബോർ പൈലിങ്ങിൻ്റെ മെഷീന് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചേരാനെല്ലൂർ ഭാഗത്ത് നിന്ന് വരുമ്പം ഈ സീലൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് അമൃത ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ 2024 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഒന്ന് ചേരാനെല്ലൂർ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുന്നുംപുറം ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുന്നുംപുറം ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെയാണ് എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം വരുന്നത്. ഇപ്പം നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്ത് വൈഡനിങ് പൂർത്തിയായിരിക്കും കേട്ടോ. ഇതിപ്പം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാട്ടോ, കുന്നുംപുറം ഭാഗത്തേക്ക് വരുന്ന റോഡ്. അതിൻ്റെ വലത് ഭാഗത്ത് വൈഡനിങ് ആയിട്ട് ഇല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കുന്നുംപുറം ഭാഗത്ത് നിന്ന് നേരെ നമ്മൾ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അങ്ങോട്ട് വരുന്ന ഭാഗമാട്ടോ. അപ്പോൾ നിലവിലെ പാലത്തിൻ്റെ അവിടെ ഓൾറെഡി ഒരു അണ്ടർപാസ് ഉണ്ട്, അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു അണ്ടർപാസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് പുതിയ പാലം കടന്നു പോകുന്നത്. അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടെ നിന്നാണ് റെയിൽവേ മേൽപ്പാലം സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അവിടെ പീറിൻ്റെ വർക്കുകളും പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ ആരംഭിച്ചിരിക്കുന്നത്. 4 സ്പാൻ്റെ മുകളിലാണ് ഇപ്പോൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഇടത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത്. ഇപ്പോൾ പഴയ പാലത്തിന് 4 ഗേർഡറുകളാണ് ഉള്ളത്, അതേമാതിരി തന്നെയാണ് പുതിയ പാലത്തിന് 4 ഗേർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുതിയ പാലവും 4 വരിപ്പാത ആയിരിക്കും തോന്നുന്നുണ്ട്. സാധാരണ രീതിയിൽ 6 വരിപ്പാതയുടെ ഒരു പാലം വരികയാണെങ്കിൽ തന്നെ ഒരു സ്പാൻ്റെ മുകളിൽ 5 ഗേർഡറാണ് ഇൻസ്റ്റാൾ ചെയ്യൽ. ഇതിപ്പം ഒരു സ്പാൻ്റെ മുകളിൽ 4 ഗേർഡറാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ പള്ളിക്കര റെയിൽവേ മേൽപ്പാലം ഉണ്ടല്ലോ, അത് 4 വരിപ്പാതയാണ്. അപ്പോൾ ചിലപ്പം അതേമാതിരി തന്നെ ആയിരിക്കും ഈ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലവും വരിക. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത്. പിന്നെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യേണ്ട മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗേർഡർ ആയിരിക്കും വരിക. അപ്പോൾ അവിടെയാണ് കുന്നുംപുറം ഫ്ലൈ ഓവർ. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് പഴയ പാലം സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. നേരത്തെ കണ്ട അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ പഴയ പാലത്തിന് ഫുട്പാത്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി പുതിയ പാലത്തിന് ഫുട്പാത്ത് ഉണ്ടോ നമുക്കറിയില്ല കേട്ടോ. അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഏകദേശം ഒരു പിടുത്തം കിട്ടുകയുള്ളൂ. പിന്നെ കണ്ടോ, അത് ഇതിൻ്റെ മുകൾ ഭാഗം കേട്ടോ. ഏകദേശം 4 ഗേർഡറുകളാണ് ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മുകളിലുള്ള ക്രോസ് ഗേർഡറിൻ്റെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഗേർഡറുകളും തമ്മിൽ ജോയിൻറ്റ് ചെയ്യാണ്. ഗേർഡറുകൾ കണ്ടോ, ഫുള്ളായിട്ട് അതിൻ്റെ സെൻറ്ററിൽ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് നടക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഫസ്റ്റ് എന്ന് വെച്ചാൽ കുന്നുംപുറം ഭാഗത്തു നിന്നുള്ള ഇവിടെ നിന്നാണ് ഇപ്പോൾ ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം അത്യാവശ്യം നല്ല നീളമുള്ള മേൽപ്പാലം തന്നെയാണ്. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പല ഭാഗത്തും എറണാകുളം റീച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേമാതിരി തന്നെയായിരുന്നു നമ്മുടെ മാഹി ബൈപ്പാസിലും റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ 2 ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞു. പക്ഷേ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ആയിരുന്നു വൈകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ മിക്കവാറും റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ട് മാഹി ബൈപ്പാസ് ഉടനെ തന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ മെയിനായിട്ട് വർക്ക് നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡനിങ് കഴിഞ്ഞ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ആദ്യം തന്നെ ഇവർ തീർത്തു വെച്ചിട്ടുണ്ട്.
ഡ്രൈനേജിൻ്റെ വർക്കിനോട് ചേർത്തിട്ടായിരിക്കും പിന്നീട് സർവീസ് റോഡിൻ്റെ വർക്ക് വരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആറുവരിപ്പാതയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. എന്തായാലും ഇത്രയും തിരക്കുള്ള റോഡിൽ ഇതുപോലത്തെ ഒരു വർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ്. ഇപ്പോൾ ഈ എടപ്പള്ളിയിൽ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ ഒന്ന് പച്ചണ് കത്തുമ്പോഴത്തേക്കും കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും, കാരണം ഒന്നാമത് ഇവിടെ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ഒന്ന് കുറച്ചിങ്ങനെ പതുക്കെ നീങ്ങി വരുമ്പോഴത്തേക്കും പിന്നീടാണ് ചുവപ്പ് കത്തുകയാണ്. അപ്പോഴത്തേക്കും പിന്നെയും തിരക്ക് കൂടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു ഫ്ലൈ ഓവറാണ്. അപ്പോൾ എടപ്പള്ളി ജംഗ്ഷനിൽ എന്തോ വലിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ഫ്ലൈ ഓവറൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തധികം വന്നിട്ടില്ല. പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ബ്രിഡ്ജ് എടപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. എന്തായാലും അത് വരുന്നതോട് കൂടിയിട്ട് എടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയൊരു പരിഹാരമാവുകയും ചെയ്യും. പക്ഷേ ഈ തിരക്കൊക്കെ നമ്മൾ കാർ യാത്രക്കാർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിൽ കൂടെ ഒക്കെ ഒരു ആംബുലൻസ് ഒരു ജീവനും കൊണ്ട് ഓടുമ്പോഴൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? ഇതൊക്കെ ഈ ഒരു പരിഹാരം എന്നുള്ളത് ശരിക്കും ഒരു ഫ്ലൈ ഓവർ തന്നെ അതിനൊരു പരിഹാരമുള്ളൂ. അല്ലാണ്ട് വേറൊരു മാർഗ്ഗം ഇതിന് കാണാനില്ല. പക്ഷേ ഫ്ലൈ ഓവർ വരികയാണെങ്കിൽ തന്നെ എങ്ങനെ വരും? ഇനി വരികയാണെങ്കിൽ തന്നെ മെട്രോൻ്റെ മുകൾ ഭാഗത്തു കൂടെ വരേണ്ടി വരും. അപ്പോൾ ഇനി കുറച്ച് നാളുകൂടി നമ്മൾ കാത്തിരുന്ന് കാണുക എങ്ങനെയാണ് ഇവർ ഈ എടപ്പള്ളിയിലുള്ള ഗതാഗതക്കുരുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളത്. ഇനി ഓവർപാസ് ആണോ അതുപോലെ തന്നെ ഫ്ലൈ ഓവർ ആണോ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 ചേരാനല്ലൂർ ഫ്ലൈ ഓവറിൻ്റെയും കുന്നുംപുറം ഫ്ലൈ ഓവറിൻ്റെയും അതുപോലെ തന്നെ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.